വർഷം 1870. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ സൈമൺ ഫില്ലിസ് ദമ്പതികളുടെ 8 മക്കളിൽ രണ്ടാമനായി വില്യം ജെ സെയ്മോറിന്റെ ജനനം. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അടിമകളായിരുന്നു. അദ്ദേഹം ചെറുപ്പകാലത്തിൽ തന്നെ വളരെ തിക്താനുഭവത്തിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിയാണ്. ചെറുപ്പത്തിൽ തന്നെ ചിക്കൻ പോക്സ് ബാധിച്ച് അദ്ദേഹത്തിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ യൗവനകാലത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടുകയുണ്ടായി. പിന്നെ ആ കുടുംബത്തിൻ്റെ ആ ചുമട് എല്ലാം വഹിച്ചത് ഈ വില്യം ജെ സെയ്മോർ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. കുഞ്ഞിലെ തന്നെ ചെറുപ്പകാലം മുതലേ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ താല്പര്യവും തീഷ്ണതയുള്ളൊരു ദൈവവൈതലായിരുന്നു വില്യം ജെ സെയ്മോർ. പ്രാർത്ഥന ജീവിതമുള്ള ഒരു ദൈവവൈതലായിരുന്നു വില്യം ജെ സെയ്മോർ. അദ്ദേഹത്തിൻ്റെ യൗവനകാലമായപ്പോഴത്തേക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായി മാറി. ഈ ദിവസം 7 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വില്യം ജെ സെയ്മോർ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ എഡ്വേർഡ് ലീയുടെ ഭവനത്തിന്മേൽ 10 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കായി കൂടി. 3-ാമത്തെ ദിവസം അദ്ദേഹം ഈ വചനം പ്രസംഗിക്കുകയുണ്ടായി. അപ്പോസ്തലപ്രവൃത്തികൾ 2:4 നിന്നും ആ വചനം ഉദ്ധരിക്കുകയുണ്ടായി. 2:4 ഇങ്ങനെ വായിക്കുന്നു: എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അതെ, ഈ വചനം എടുത്ത് സംസാരിച്ച് പ്രസംഗിച്ചപ്പോൾ വില്യം ജെ സെയ്മോർ ആത്മാവിൽ നിറഞ്ഞു അന്യഭാഷകളിൽ സംസാരിക്കുകയുണ്ടായി. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അന്യഭാഷയ്ക്കായി ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളെ ആത്മാവ് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അന്യഭാഷകളാൽ നിറയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. വിട്ടുകൊടുക്കുന്നെങ്കിൽ ആത്മാവ് നിങ്ങളെ അഗ്നിനാവാൽ നിറച്ചിരിക്കും. ആമേൻ, സ്തോത്രം. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഒന്ന് ഏറ്റെടുത്താട്ടെ. അതിനുശേഷം വില്യം ജെ സെയ്മോറിനോട് എഡ്വേർഡ് ലീ പറയുകയുണ്ടായി: താങ്കൾ എൻ്റെ കരത്തിലും എൻ്റെ ശിരസിന്മേലും ഒന്ന് കരം വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. അതിനുശേഷം അങ്ങനെ ചെയ്തപ്പോൾ എഡ്വേർഡ് ലീയും ആത്മാവിൽ നിറഞ്ഞു അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ജെന്നി മോർ എന്ന് പറയുന്ന ഒരു യൗവനക്കാരത്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയും ആത്മാവിൽ നിറയുണ്ടായി. അവരും അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അതുകൂടാതെ അവർ അനവധി ലാംഗ്വേജുകളിൽ അന്നേ ദിവസം പാടുകയുണ്ടായി. ആ കൂടിയിരുന്ന എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു, അന്യഭാഷകളിൽ സംസാരിച്ചു, കർത്താവിനെ സ്തുതിക്കുവാൻ തുടങ്ങി. അസാധാരണമായ ദൈവപ്രവൃത്തികൾ ആ ഭവനത്തിൽ നടന്നു. പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ സാന്നിധ്യം, ഒരു മൈറ്റി പ്രസൻസ് എഡ്വേർഡ് ലീയുടെ ഭവനത്തിൽ തിങ്ങി നിന്നു. ആമേൻ, സ്തോത്രം. അടുത്ത ദിവസം പ്രഭാതമായപ്പോഴത്തേക്കും ആ ദൈവപ്രവൃത്തി നടക്കുന്നത് കൊണ്ട് അനവധി ആൾക്കാർ അവരുടെ നെയ്ബേഴ്സൊക്കെയും ആ ഭവനത്തിലേക്ക് വന്നു ചേരുവാൻ തുടങ്ങി. ആ കൂട്ടായ്മയ്ക്ക് ആ മീറ്റിംഗ് അവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാതായി. അങ്ങനെ ആ മീറ്റിംഗ് അടുത്ത പ്രഭാതത്തിൽ അവരുടെ എഡ്വേർഡ് ലീയുടെ പോർച്ചിലേക്ക് മാറ്റി. ആ ജനസമുദ്രം കാരണം ആ പോർച്ച് തകരുകയുണ്ടായി. അവർക്ക് അതൊന്നും മാനേജ് ചെയ്യാൻ പറ്റാതായി. അതിനുശേഷമായിരുന്നു അസൂസ സ്ട്രീറ്റിലേക്ക് ഈ മീറ്റിംഗ് മൂവ് ചെയ്തത്. അതെ, ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഉണർവ് യോഗമായി അത് മാറുകയുണ്ടായി. അതത്രേ അസൂസ സ്ട്രീറ്റ് റിവൈവൽ. അസൂസ സ്ട്രീറ്റിലേക്ക് ആ മീറ്റിംഗ് മാറിയപ്പോഴത്തേക്കും അവിടെയും ജനസമുദ്രം, അസാധാരണമായ ദൈവപ്രവൃത്തികൾ നടക്കുകയുണ്ടായി. ക്രിയാത്മകമായിട്ടുള്ള അത്ഭുതങ്ങൾ, വിടുതലുകൾ, മാരക രോഗികൾ സൗഖ്യമായി. ഇന്ന് വരെ ആ ദേശം കണ്ടിട്ടില്ലാത്ത അസാധാരണമായ ദൈവപ്രവൃത്തികൾ ആ കാലിഫോർണിയയിൽ നടക്കുകയുണ്ടായി. ആമേൻ, സ്തോത്രം. അതെ, ഇന്നും എൻ്റെ ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. അതെ, അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. ആമേൻ, സ്തോത്രം. വിശ്വസിക്കുന്നെങ്കിൽ ഈ കാലഘട്ടത്തിലും നിങ്ങളിൽ കൂടി അത് സംഭവിക്കും. ദൈവത്തിന് അനവധി വില്യം ജെ സെയ്മോറുമാരെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹമുണ്ട്. വിട്ടുകൊടുക്കുന്നെങ്കിൽ അതിലൊരു വ്യക്തി നിങ്ങളായിരിക്കാം. ആമേൻ, സ്തോത്രം. നോക്കിക്കേ, എല്ലാവരാലും തള്ളപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ.
കഴിവുകേടുകളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അടിമകൾക്ക് പിറന്ന മകനായിരുന്നു. ഒരു കണ്ണിന് കാഴ്ച കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു. ആമേൻ സ്തോത്രം. കർത്താവ് ഉപയോഗിച്ച് നോക്കേ, ആരെയും വേണ്ടാത്തവരെയാണെങ്കിലും എൻ്റെ സ്വർഗത്തിലെ ദൈവം ചേർത്ത് കൊള്ളും കേട്ടോ. ആമേൻ സ്തോത്രം. മനുഷ്യൻ നിനക്കൊരു മാർക്കിട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും നോക്കണ്ട. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നെങ്കിൽ താങ്കൾ ലജ്ജിച്ചു പോകത്തില്ല. അഭിഷിക്തനെ, അങ്ങ് ലജ്ജിച്ചു പോകത്തില്ലെന്ന് കർത്താവ് നിങ്ങളെ ഉപയോഗിച്ചിരിക്കും. ആമേൻ സ്തോത്രം. ഒരു വില്യം ജെ സെയ്മോറിന്റെ കരത്തിലേക്ക് ആ USA കൊടുക്കുവാൻ ഇടയായി. അദ്ദേഹത്തിന്റെ ദൂത് കേൾക്കുവാൻ, അദ്ദേഹത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ. ആമേൻ സ്തോത്രം. ആ കാലഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവർ, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എഞ്ചിനീയേഴ്സ് ഒക്കെ വന്നിരിക്കുവാൻ തുടങ്ങി. ആമേൻ സ്തോത്രം. അതെ, അഭിഷേകത്തിന് ശക്തിയുണ്ട് കേട്ടോ. അഭിഷേകത്തിന് ശക്തിയുണ്ട്. അവിടെ ആ മീറ്റിംഗ് കൂടി വന്നെടുത്ത് അവിടുത്തുള്ള ജനങ്ങൾ ആ ബിൽഡിങ്ങിന് മേളിൽ തീ പിടിക്കുന്നെന്ന് കണ്ട് അനവധി പ്രാവശ്യം ഫയർ ഫൈറ്റേഴ്സിനെ വിളിക്കുകയുണ്ടായി. അവർ തീയണയ്ക്കാൻ വന്നപ്പോഴത്തേക്കും പിന്നീട് അത് അകത്ത് കയറുമ്പോഴത്തേക്കും അത് അപ്രത്യക്ഷമായി പോയി. ആമേൻ സ്തോത്രം. അത്രയും മൈറ്റി പ്രസൻസ് അവിടെ വെളിപ്പെട്ടു. അതെ, ഹല്ലേലൂയ. ബിൽഡിങ്ങിൽ മേൽ പുറമെയുള്ളവർ നോക്കുമ്പോൾ അത് കത്തുന്നതായി തോന്നുന്നു. ഫയർ ഫൈറ്റേഴ്സിനെ വിളിക്കുന്നു, അത് വരുമ്പോൾ അത് കാണുന്നില്ല, അപ്രത്യക്ഷമായി നിൽക്കുന്നു. അത്രത്തോളം അത്ഭുതങ്ങൾ അവിടെ നടക്കുകയുണ്ടായി. ആമേൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവിന് എന്തൊക്കെയോ ആ കാലഘട്ടത്തിൽ ചെയ്തതിലുപരിയായി വൻകാര്യങ്ങളെ ചെയ്യുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. എത്ര പേര് വിട്ടുകൊടുക്കുന്നു, എത്ര പേര് സമർപ്പണത്തോടെ ആഗ്രഹിക്കുന്നു, കർത്താവെ എന്നെ ഉപയോഗിക്കണേ എന്ന്. ഒരുപാട് ദൈവദാസന്മാരാണ് ആ പകർച്ചയിൽ നിറഞ്ഞത്. റോബർട്ട് എഫ് കുക്ക് പോലെയുള്ള കേരളത്തിലേക്ക് വന്ന ആ മിഷണറിയും എല്ലാം അവിടുന്ന് പ്രാപിച്ച ദൈവസാന്നിധ്യം നിമിത്തം അത്രേ കേരളത്തിലേക്ക് വന്നത്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിലും ആമേൻ സ്തോത്രം ചില പകർച്ചകൾക്കായി ചില ഉണർവ് യോഗങ്ങളെ തുടക്കമിടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ആമേൻ സ്തോത്രം. ആ ഉണർവ് യോഗം നീണ്ട 9 വർഷമായിരുന്നു. ആ ദൈവദാസൻ വില്യം ജെ സെയ്മോർ ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞത് 100 വർഷത്തിന് ശേഷം ഇനിയും ഒരു ഉണർവ് നടക്കും, അതെൻ്റെ കർത്താവിൻ്റെ വരവോളം ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ കാലഘട്ടത്തിൽ എത്രയും എന്നെ കേൾക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചിരിക്കുന്നത്. ആമേൻ സ്തോത്രം. ദൈവത്തിലെ ദൈവവൃത്തിയെ വിട്ടുകൊടുത്താട്ടെ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവദാസന്റെ ഹല്ലേലൂയ സ്വഭാവമായിരുന്നു പ്രാർത്ഥന എന്നുള്ളത്. 7 മണിക്കൂർ കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. അതെ, പ്രാർത്ഥിക്കുന്നവനെ പ്രയോജനപ്പെടുത്തത്തുള്ളൂ. വാഗ്ദത്തങ്ങൾ അനവധി കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ അന്നും ഇന്നും കർത്താവ് ഉപയോഗിച്ചത് പ്രാർത്ഥന വീരന്മാരെയാണ്. വാഗ്ദത്ത നിവർത്തീകരണം കാണണോ? പ്രാർത്ഥനയൊരു സ്വഭാവമായിരിക്കണം. പ്രാർത്ഥനയൊരു സ്വഭാവമായിരിക്കുന്ന ദൈവവൈതലെ നിങ്ങളെ നിശ്ചയമായിട്ടും സ്വർഗം ഉപയോഗിച്ചിരിക്കും. അഭിഷിക്തനെ അങ്ങ് ഉപയോഗിച്ചിരിക്കും. ഒരു രാജ്യത്തിന്റെ ഉണർവിനായി ഉപയോഗിച്ചിരിക്കും. വില്യം ജെ സെയ്മോർ എന്ന് പറയുന്ന ദൈവദാസനെ ഉപയോഗിച്ചതിലും ഉപരിയായി കർത്താവ് ഉപയോഗിച്ചിരിക്കും. ആത്മാവിന്റെ സാന്നിധ്യം കുറഞ്ഞു പോയിട്ടില്ല, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ കാലഘട്ടത്തിന്റെ ഉണർവിനായി ഇന്ന് ഈ പകലിൽ ദൂത് കേൾക്കുന്ന ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് തിരഞ്ഞുകൊണ്ടിരിക്കുക. വിട്ടുകൊടുക്കുന്നെങ്കിൽ നിങ്ങളെ അതിശക്തമേറിയ അഭിഷേകത്തോടെ നിശ്ചയമായിട്ടും ആയിരിക്കുന്ന പട്ടണങ്ങളിൽ, ആയിരിക്കുന്ന രാജ്യത്ത് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ട്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കും. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദി പിതാവേ. ഹല്ലേലൂയ. ഈ കേൾപ്പിച്ച വചനത്തിനായിട്ട് കർത്താവെ, നല്ല സാക്ഷ്യത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ആത്മാവ് ശക്തമായി ഇടപെട്ട് അനവധി പേരെ എക്വിപ്പ് ചെയ്ത് എഴുന്നേൽപ്പിച്ച് ശക്തമേറിയ അഭിഷേകത്തോടെ ലോകരാജ്യവ്യാപകമായി നടക്കുവാനിരിക്കുന്ന ഉണർവിനായി ഉപയോഗിക്കുവാൻ പോകുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥിച്ചിട്ട് നന്ദി. സകലമാനവമൊത്തം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.